എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്ക് മുതൽ റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്കിലി ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റെയിൽവേ എക്സാംസുകൾക്ക് വേണ്ടി അത്യാവശ്യം നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള ഒരു ഫോമാറ്റിലാണ് നമ്മൾ വീക്കിലി ചലഞ്ച് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ മാത്സിൻ്റെ ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു. ഗ്രീഷ്മ മിസ്സിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടായിരുന്നു, ലൈവ് സെഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വീക്ക് നമ്മൾ റീസണിങ്ങും കൂടെ ഒരു കെമിസ്ട്രിയും കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കാരണം നമുക്ക് റീസണിങ് അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്കാണെന്ന് അറിയാം. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മൾ മാക്സിമമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് റീസണിങ് അല്ലേ. അപ്പോൾ റീസണിങ്ങിലെ ടോപ്പിക്കുകൾ സിമ്പിൾ ടോപ്പിക്കുകൾ പോകുന്ന സമയത്ത് കൂടെ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കൂടെ പഠിച്ചു പോകാം. നമ്മൾ ഒരു വീക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ ടോപ്പിക്ക് മാത്രം അതിൻ്റെ പിറകെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീക്ക് നമ്മൾ കെമിസ്ട്രിയും റീസണിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ അനിൽ സാറ് കെമിസ്ട്രിയുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. ഓൾറെഡി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീക്ക് റീസണിങ് പഠിക്കേണ്ടത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ വീക്ക് 2 റീസണിങ് പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡയറക്ഷനും അതുപോലെ തന്നെ ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന ടോപ്പിക്കാണ് കേട്ടോ. ഡയറക്ഷനും ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം അത്യാവശ്യം എന്താ പറയുക ഒരു ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് എന്താ പറയുക നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ക്യൂബ്സ് ആൻഡ് ഡൈസും 1 മാർക്കിൻ്റെ മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റെയിൽവേ എക്സാമിൽ ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറയുന്നത്. അതും വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട മെത്തേഡുകൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 ടോപ്പിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമ്മൾ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡയറക്ഷൻ 1 ആണ് നിങ്ങൾ നോക്കുന്നത്. ഇപ്പം ഓരോ ഡേ ആയിട്ട് നമ്മൾ പറയാം. ഇപ്പം നിങ്ങളിപ്പം എന്താണ് ഇന്നിപ്പോൾ ചൊവ്വയാണ് അല്ലേ, ഇന്ന് ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്യുക. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ 4 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോന്നായിട്ട് പഠിക്കുക. അപ്പം അതിനകത്ത് ഡയറക്ഷൻ ഞാൻ ഡയറക്ഷൻ 1, 2 കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഡയറക്ഷനിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അതായത് ഒന്ന് ഒരാളുടെ പാത്ത് പറഞ്ഞിട്ട് ആ പാത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ്റെ. ഓക്കെ, ബട്ട് ഒരാളുടെ പാത്ത് പറയും, ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു നമ്മുടെ പാത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്കറിയാം. അതാണ് നമ്മൾ ഡയറക്ഷൻ 1 നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത്. കാരണം സിമ്പിൾ ടോപ്പിക്കാണ്. ഇപ്പോൾ നമുക്ക് ബേസിക് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഡയറക്ഷൻ്റെ എന്താ പറയുക ഒരാളുടെ പാത്തൊക്കെ വരച്ചിട്ട് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആൻസറോട് പോകാൻ നമുക്കറിയാം. ഒന്നുകിൽ ഫൈനൽ ഡയറക്ഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സം പോയിന്റുകൾ ഏത് ഡയറക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരാളുടെ പാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഫസ്റ്റ് ഡേ പഠിക്കേണ്ടത്. രണ്ടാമത്തെ ഡേ പഠിക്കേണ്ടത് ഡയറക്ഷൻ 2 നിങ്ങൾ നോക്കേണ്ടത് നമുക്കറിയാം. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറേ ആൾക്കാരുടെ പൊസിഷൻസ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പോൾ AB-യുടെ നോർത്ത് ഇരിക്കുന്നു, CD-യുടെ സൗത്ത് ഇരിക്കുന്നു, EF-ന്റെ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നു എന്നൊക്കെ കുറച്ച് ഡേറ്റാസ് വന്നിട്ട് അതിൽ നിന്നും ഏതെങ്കിലും ഒരാളുടെ ഡയറക്ഷനോ ഡിസ്റ്റൻസോ ഒക്കെ ചോദിക്കുന്ന ബേസിക് ക്വസ്റ്റൻ ഉണ്ട്. ഈ 2 മോഡൽ ക്വസ്റ്റൻ ഡയറക്ഷനുള്ള നമുക്കറിയാം. ആ 2 മോഡൽ ക്വസ്റ്റൻ നമ്മൾ എന്ത് ചെയ്യുക 2 ദിവസമായിട്ട് പഠിക്കുക. അപ്പോൾ അതിനകത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ നമ്മളറിയാം വീക്കിലി ചലഞ്ചിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഡേയുടെ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അതായത് നമ്മൾ സെക്കൻഡ് ഡേയിൽ, കാരണം ഡയറക്ഷൻ ക്യൂബ്സ് ആൻഡ് ഡൈസിൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് ഒരു വലിയ പോയിന്റ്സ് ആയിട്ടൊന്നും പറയാനില്ല. അത് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു പോവാണ്. എന്നിട്ട് നമ്മൾ നേരെ ലൈവിലേക്ക് ആയിരിക്കും പോകാം. നമ്മൾ സാറ്റർഡേ ആയിരിക്കും മിക്കവാറും ലൈവ് നമ്മൾ പോകാൻ ചാൻസ് കൂടുതൽ. നമ്മൾ റീസണിങ് ഡയറക്ഷൻ 1 ക്യൂബ്സ് ആൻഡ് ഡൈസും നമുക്ക് സാറ്റർഡേ തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡേയിൽ ഇപ്പോൾ ഡയറക്ഷൻ 1 നിങ്ങൾ എന്ത് ചെയ്യാം ഈ പറയുന്ന പാത്ത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം ഡീറ്റെയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡയറക്ഷൻ 2 നിങ്ങൾ എന്ത് ചെയ്യാം പൊസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കുക. നമുക്ക് ഡയറക്ഷൻ ഇതല്ലാണ്ട് നമുക്ക് കുറച്ച് ടൈപ്പുകളുണ്ട്, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. അതായത് ഡയറക്ഷൻ 1 നമുക്ക് പൊസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ ബേസ്ഡ് അല്ല പാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ നോക്കേണ്ടത് സൺ ആൻഡ് ഷാഡോ കൺസെപ്റ്റ് ആണ് കേട്ടോ. സൺ ആൻഡ് ഷാഡോ കൺസെപ്റ്റ് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ദിവസം ഡയറക്ഷൻ 2 നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തുകൂടെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് ഇതും കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കി വരിക.
കാരണം ഈ പറയുന്ന ടോപ്പിക്കുകളാണ് ഡയറക്ഷനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതായത് പാത്ത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പാത്ത് ബേസ്ഡിനകത്ത് തന്നെ സൺ ആൻഡ് ഷാഡോ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് പഠിക്കുക. അപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് എന്താണ് ഡയറക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ചെറിയ ടോപ്പിക്കാണ്, പെട്ടെന്ന് നമുക്ക് തീർക്കാൻ സാധിക്കും. ഇനി അതിനുശേഷം നമുക്ക് വരുന്നത് ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ക്യൂബ്സ് ആൻഡ് ഡൈസ് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്, നമുക്ക് ഒരു ദിവസം കൊണ്ട് നോക്കി തീരാന്നുള്ളതേ ഉള്ളൂ. ഞാൻ 2 ദിവസം ഒരു കൊടുത്തിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക. കാരണം റെയിൽവേ ബാച്ചുകൾ കൂടുതൽ പേരും വർക്കിംഗ് ആണ്, അതായത് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണ് കൂടുതൽ. അപ്പം നമ്മൾ യൂട്യൂബിലൂടെ ക്ലാസ് ഇടുന്നതിന് അവർക്ക് വേണ്ടിയാണ് കൂടുതലും, അവർക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ നമ്മൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന ടോപ്പിക്ക് സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ഓരോ ടൈപ്പ് പഠിക്കുക. നമുക്കറിയാം ക്യൂബ്സ് ആൻഡ് ഡൈസിലും 2 ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ട്. ഒന്ന് നമുക്ക് നോർമൽ ഒരു ക്യൂബ്സിന്റെ ഡയറക്ഷൻ, നമുക്ക് ഇതൊരു ക്യൂബിന്റെ വ്യൂ നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതൊരു നമ്പറിന്റെ ഓപ്പോസിറ്റ് നമ്പർ നമ്പർ ഏതാണ്, അല്ലെങ്കിൽ ലെറ്ററിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. രണ്ടാമത് ക്യൂബ്സ് ആൻഡ് ഡൈസിൽ ഓപ്പൺ ഡൈസ് എന്നൊരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓപ്പൺ ഡൈസ് എന്നൊരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. അതായത് ഒരു ഓപ്പൺ ഫിഗറിനെ ഫോൾഡ് ചെയ്തൊരു ക്യൂബോ ഡൈസോ ആക്കാൻ പറ്റുവാണെങ്കിൽ അത് താഴ്ത്തുന്നതിൽ ഏതായിരിക്കും എന്ന് ചോദിക്കുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ 2 മോഡൽ ക്വസ്റ്റ്യൻ ആണ് ക്യൂബ്സ് ആൻഡ് ഡൈസിൽ വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. നമുക്കറിയാം ഇതിൻ്റെ കൂടെ കെമിസ്ട്രിയുടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് 2 ടോപ്പിക്കുകൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഈ 4 ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 രീതിയിൽ, അതായത് ഡയറക്ഷൻ 1, ഡയറക്ഷൻ 2, ക്യൂബ്സ് ആൻഡ് ഡൈസിന് 2 ഡേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കാൻ നോക്കുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. റീസണിംഗിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത എന്താ പറയുക, ലൈവ് വരുന്ന സമയത്ത്, സാറ്റർഡേ നമ്മൾ ലൈവ് വരുന്ന സമയത്ത് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റെയിൽവേ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മണിക്കൂറിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് ലൈവ് സെഷൻ പോകാൻ പറ്റുമെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മാക്സിമം ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസിൽ കൂടുതലും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എടുത്തുകൊണ്ട് വരിക ലൈവിനകത്ത്. അപ്പം മാക്സിമം ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈവിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പങ്കെടുത്ത് മാക്സിമം ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ പലപ്പോഴും ഞാൻ ലൈവ് എടുക്കുമ്പോൾ എടുത്ത് പറഞ്ഞായിരുന്നു, നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ലൈവ് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് കൊണ്ടുപോകാൻ സാധിക്കും. അത് എല്ലാ വീക്കിലും നിങ്ങളിങ്ങനെ ഓരോ ടോപ്പിക്ക് വെച്ച് നിങ്ങളിങ്ങനെ ലൈവ് സെഷനിലും അല്ലെങ്കിൽ തന്നെ ടോപ്പിക് വൈസ് നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാനിൽ പോകുമ്പോൾ നല്ലപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം നമുക്ക് ഈ ലൈവ് വരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ടൈമിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അവർക്ക് റെയിൽവേ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ SSC എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കും എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും പഠിക്കട്ടെ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കും. കമ്പൈൻ സ്റ്റഡികൾ ഏറ്റവും ബെറ്റർ ആണ്. നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ചേർത്തിരുന്ന് എന്ത് ചെയ്യുക, ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നെ നമ്മൾ റെയിൽവേയുടെ എന്താണ് ഫൗണ്ടേഷൻ ബാച്ചിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ഗ്രൂപ്പുകളും ചാനലിട്ടുണ്ട്. ഓൾറെഡി 2 ഗ്രൂപ്പുകൾ ഫില്ലായിട്ടുണ്ടായിരുന്നു വാട്സപ്പ്. അപ്പം ഇതുപോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് എന്ത് ചെയ്യുക, കയറാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം. കാരണം ബാക്കി ഡീറ്റെയിൽസുകൾ, ബാക്കി എന്താ പറയുക, വീഡിയോസ് ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ആ ഗ്രൂപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ ഡയറക്ഷൻ്റെയും ക്യൂബ്സ് ആൻഡ് ഡൈസിൻ്റെയും വീഡിയോ ലിങ്കുകളും നമ്മൾ എന്താണ് ഈ വീഡിയോയുടെ താഴെയും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീക്കിലുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, 4 ദിവസം കൊണ്ട് നല്ലപോലെ തന്നെ എന്ത് ചെയ്യുക, ആ 2 ടോപ്പിക്ക് പക്കാക്കാൻ നോക്കുക. കാരണം റീസണിങ് ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടോപ്പിക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ലപോലെ ഒന്ന് ശ്രമിക്കുവാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിട്ടും എന്താ പറയുക, ഫുൾ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് റീസണിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.